ഇതൊരു ചീര എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പം ചീര സാധാരണ തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് പരിചയത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ചൂടാക്കുക. ഇവിടെ ഇപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ഈ ചീര അതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ വെളിച്ചെണ്ണ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചീരയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചീരയില എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. എപ്പോഴും ഈ ചീരയില കാണുമ്പം ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുട്ടിക്കാലം ഓർക്കും. അപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ തന്നു വിടുന്ന ചോറിനുണ്ടായിരുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒരു കറിയായിരുന്നു ചീര. അത് ഈ ചീരയല്ല, അത് നമ്മുടെ പറമ്പിലൊക്കെ എപ്പോഴും ഒത്തിരി ഉണ്ടാകുന്ന ഒരു ചീരയുണ്ട്, ഒരു പച്ചച്ചീര. ആ ചീരയായിരുന്നു അത്. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ് ചീര തോരൻ കൂട്ടി ചോറുണ്ണാനായിട്ട്. അപ്പം ഞാനെപ്പോഴും ഓർക്കും അമ്മ ആ ചീരത്തോരൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ്. പക്ഷെ ഞാനെപ്പോൾ ആ ചീരത്തോരൻ അതുപോലെ ഉണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് അത്രയും ടേസ്റ്റോടെ ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ നമ്മൾ ഈ ചീരത്തോരന് നന്നായിട്ടിങ്ങനെ വഴറ്റണം. ഞാൻ ഈ ചീര ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തത്. ഞാനിവിടെ ഒരു 2 സവോളയും ഒരു 4 പച്ചമുളകും കുറച്ച് ഒരു ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് അങ്ങ് ഇളക്കി അങ്ങ് തട്ടിപ്പൊത്തി വെച്ച് നന്നായി ആവി കയറി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് നന്നായി ഒന്ന് അവിഞ്ഞ് വരും. ഇതിനകത്ത് ഇച്ചിരി കഴുകി വാരി എടുത്തപ്പോൾ അതിനകത്ത് വെള്ളം ഇച്ചിരി ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഈ ചീരത്തോരനകത്ത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനകത്ത് ഓൾറെഡി ഇപ്പം വെള്ളമൊക്കെ പതുക്കെ അതിലുള്ള ജലാംശം പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അതിനുശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും, ചിലർ അല്പം ജീരകം ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജീരകം ചേർത്തിട്ടില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് കരിയാപ്പില നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം കരിയാപ്പില ഇല്ല. എനിക്ക് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കരിയാപ്പില ഉണ്ടായിരുന്നു, അത് തീർന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ മേടിച്ചില്ല കരിയാപ്പില. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇടാനില്ല. എന്നിട്ട് വീണ്ടും ഇതൊന്നുകൂടെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമുക്ക് തട്ടിപ്പൊത്തി വെക്കണം. തട്ടിപ്പൊത്തി വെക്കുക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു അങ്ങനെയാണ് പറയാറ് കേട്ടോ. നിങ്ങളൊക്കെ ഉള്ളിടത്ത് എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് ഇങ്ങനെ വെക്കുന്നതിനാണ് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം വീണ്ടും നമുക്ക് ആ തേങ്ങയും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് മൂടി വെച്ച് വയ്ക്കാം. ആ കൂടെ ഇച്ചിരി അയലയുണ്ട്, അതും കൂടെ ഒന്ന് വറക്കുവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ഇതൊക്കെയാണ് കറി ഇവിടെ.
ഉണ്ടെന്നൊന്ന് നോക്കാവേ. ചീരത്തോരൻ നന്നായി വെള്ളമൊക്കെ പറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഈസ് റെഡി. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അതുപോലെ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഈ ചീരത്തോരൻ അതിനകത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പൊതിച്ചോറിൻ്റെ കൂടെ ഉണ്ണാനൊക്കെ നല്ല ടേസ്റ്റായി ഈ ചീരത്തോരൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മീൻ ഇവിടെ ആയി വരുന്നുണ്ട്.